നമസ്കാരം സാറേ. നമ്മുടെ പ്ലാനിനനുസരിച്ചുള്ള ഡിസൈനാണ് ഇത്. ഇതിനകത്ത് ഞാൻ ലോഫ്റ്റ് യൂണിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്രൈസിങ് കുറച്ച് ഹയർ ആയിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആ ലോഫ്റ്റ് യൂണിറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ലോഫ്റ്റ് യൂണിറ്റിന് പല ഓപ്ഷൻസ് ഉണ്ട്, ബെത്തിൻ്റെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിലോട്ട് വരുന്ന മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ തന്നിരിക്കുന്ന ആ ഡിസൈൻ അനുസരിച്ച് ബെത്ത് ലിവിങ്ങിൻ്റെ മോഡ്യൂൾസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നു. ഈ സോഫ്റ്റ്വെയർ ഒരു ആം, ഈ സോഫ്റ്റ്വെയർ ഒരു അവൈലബിൾ സ്പേസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനും അതേപോലെ ഇതെല്ലാം ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളായിട്ട് വരുന്നു. കസ്റ്റമറിൻ്റെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് ഞാനിതൊരു വയേർഡ് വേർഷൻ ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മിനിറ്റ്. ഇതെല്ലാം ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളാണ്. ഇതുണ്ട്, ഇങ്ങനെ ഓരോന്നും ഓരോ മോഡ്യൂൾസാണ്. ഈ ഒരു മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ സാറിന് ഇവിടെ കാണാം. ഇതുണ്ടോ, ഇപ്പം ഇത് ഡബിൾ ഡ്രോയർ യൂണിറ്റ് ആണ്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 700, 500, 600, 700, 800, 850 ഇങ്ങനെ അപ് ടു 1100 വരെ ഇതിൻ്റെ വിഡ്ത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഈ സോഫ്റ്റ്വെയറിനകത്ത് എല്ലാ ബെത്തിൻ്റെ പ്രൊഡക്ട്സിൻ്റെ വേർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഉള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ അവൈലബിൾ സ്പേസ് ജഡ്ജ് ചെയ്ത് അതിനകത്ത് സ്യൂട്ടബിൾ ആകുന്ന കസ്റ്റമറിന് ആവശ്യമുള്ള മോഡ്യൂൾസ് സെലക്ട് ചെയ്ത് ഡിസൈൻ കൊണ്ടുവരുന്നു. രണ്ടാമത് ഈ ഡിസൈൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കസ്റ്റമറിന് മനസ്സിലാവും ഇതെല്ലാം ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളാണ്, തമ്മിൽ ലോക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മോർ സ്പേഷ്യസ് ആയിരിക്കും. സാധനം വെക്കാനും എടുക്കാനും എല്ലാം മോർ സ്പേഷ്യസ് ആയിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ഒരു 3 വീഡിയോ നോർമലി നമ്മൾ കസ്റ്റമറിന് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് കസ്റ്റമറിൻ്റെ ഡിസൈൻ അനുസരിച്ച് ബെത്ത് ലിവിങ്ങിൻ്റെ മോഡ്യൂൾസ്, രണ്ടാമത്തെ നമ്മുടെ മോഡ്യൂൾസ് അല്ലെങ്കിൽ ബെത്ത് ലിവിങ്ങിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷന്. അപ്പോൾ ആ എക്സ്പ്ലനേഷനകത്ത് എന്താ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ സാറിൻ്റെ ഡിസൈനകത്ത് ഈ മെയിൻ കിച്ചണിനകത്ത് ഈ സൈഡ് വൺ ഈ ഈ ഓരോന്നിൻ്റെയും നമ്മൾ ലേ ഔട്ട് ഉണ്ടാക്കുമ്പോഴേ ഈ മൊത്തം ഏരിയ നമുക്ക് വേണം. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ഓരോ മോഡ്യൂൾ ഇപ്പോൾ 70 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഇതിങ്ങനെ ടോട്ടൽ ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭിത്തി വരുന്നുണ്ട്. ഇത് ടോട്ടൽ ചെയ്താണ് ഈ ലേ ഔട്ട് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ആ മെഷർമെൻറ്റിനകത്ത് ആ ലേ ഔട്ടിൻ്റെ മെഷർമെൻറ്റ്. ഇപ്പോൾ ഈ ഡിസൈൻ കറക്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ലേ ഔട്ട് മെഷർമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ കുഴപ്പമില്ല, ഞാനിത് ആഡ് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലും ഒരു സൈറ്റിൽ വന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പ്രൈമറി കാര്യത്തിന് ഇത് വെച്ച് തന്നെയാണ് ഞാൻ ടോട്ടൽ ലേ ഔട്ടിന്റെ മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഇവിടെ കണ്ടോ സാറേ, ഇവിടെ 70 സെന്റിമീറ്റർ 45 സെന്റിമീറ്റർ ഈ പ്ലൈവുഡ്, MDF, HDF, WPC ഏത് മെറ്റീരിയൽ, വുഡിൻ്റെ ഏത് മെറ്റീരിയൽ എടുത്താലും ആ മെറ്റീരിയലിൻ്റെ അകത്തുള്ള ലിമിറ്റേഷൻ എന്നാന്ന് പറഞ്ഞാൽ എപ്പോഴുമേ ഒരു 80 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ അതിൻ്റെ മേളിലോട്ടൊന്നും പോകത്തില്ല. 90 സെൻറ്റിമീറ്ററൊക്കെ വെയിറ്റ് കൂടുതൽ വരുമ്പം ഓരോ കാലാകാലങ്ങൾ കഴിയുമ്പം വീണ്ടും ഇഷ്യൂസസ് വരും. എപ്പോഴുമേ ഒരു 70 സെൻറ്റിമീറ്റർ ലിമിറ്റേഷനകത്താണ് ഇവരെല്ലാം എപ്പോഴും നിൽക്കുന്നത്. അപ്പം ഇതെല്ലാം കണ്ടത് 75 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ പിന്നെ 45 സെൻറ്റിമീറ്ററിന് ചെറിയൊരു യൂണിറ്റ്, 45 ഇവിടെ ഓൾ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഷട്ടർ 45, കാരണം ഷട്ടർ അതിന് മേളിൽ ഷട്ടറിന് വലിപ്പം ഉണ്ടെങ്കിൽ ഹിഞ്ചസിന് ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഷട്ടറായി. അപ്പോൾ ഷട്ടർ അകത്ത് വരുമ്പം ഈ അകത്തുള്ള വെക്കാനും എടുക്കാനുള്ള എല്ലാം ചെറിയ സ്പേസ് ആകും. അപ്പോൾ അതിനാണ് ഈ ഫ്ലാറ്റ് ഡോറിലോട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഡോർ പോകുമ്പോൾ ഫ്ലാറ്റ് ഡോറിന് ഹൈറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതുണ്ട് 45 സെൻറ്റിമീറ്റർ 45 സെൻറ്റിമീറ്റർ. അപ്പം ബെത്ത് ലിവിങ്ങിൻ്റെ കൺസെപ്റ്റ് ഇത് ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഈ മോഡ്യൂളിൻ്റെ അകത്ത് മോർ സ്പേഷ്യസ് ആയിരിക്കും. ജസ്റ്റ് ഞാൻ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള
ഇതാണ് ലാർജ് ആൻഡ് മോർ സ്പേഷ്യസ് ദാൻ എനി അതർ കിച്ചൺ. നോർമൽ പ്ലൈവുഡിനകത്തും മൾട്ടിവുഡ് അതുമാതിരിയുള്ള വുഡ് മെറ്റീരിയലിനകത്ത് വരുമ്പം കമ്പാർട്ട്മെന്റ്സ് ഇതുപോലെ ചെറുതായിരിക്കും. ഇതാണ്ട് ഇതുപോലെ നടുക്കൊരു വെർട്ടിക്കൽ പാർട്ടീഷൻ കൊടുക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഷെൽഫിൻ്റെ വീതി കുറയ്ക്കും. അതേ നേരം ബെത്ത് ലിവിങ്ങിൻ്റെ എന്ന് പറയുമ്പം എന്നാ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഷീറ്റിൽ ഫോമിങ്ങിലൂടെയാണ് ഈ സ്ട്രക്ചർ വരുന്നത്. അതായത് ഒരു ഫ്രെയിം എടുത്തിട്ട് ആ ഫ്രെയിമിൻ്റെ മേളിൽ ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്യുകയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആവും, നമുക്ക് കോസ്റ്റും കൂടും, രണ്ടാമത് ഇത് ഭയങ്കര വെയിറ്റും ആയിരിക്കും, ഇത് ഭിത്തിയിൽ നിൽക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്, ഹാൻഡിൽ ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. അതേ നേരം ബെത്ത് ലിവിങ്ങിൻ്റെ പ്രോഡക്റ്റ് എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ ഒരു ഹോൾ കിച്ചൺ എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 500 കിലോയ്ക്ക് മേളിൽ വരത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ഇത് ഒരു ഷീറ്റ് തന്നെ ബെൻഡ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ, അതാണ് ഈ ഒരു ഫോമിംഗ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഈ ഡിസൈൻ സിസ്റ്റത്തിലൂടെ ഡിസൈൻ ചെയ്ത് അത് നേരെ CNC മെഷീനിലോ അല്ലെങ്കിൽ ലേസർ മെഷീൻ ത്രൂ അത് പഞ്ച് ചെയ്ത് അത് വീണ്ടും CNC മെഷീനിലൂടെ ഇത് ബെൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഈ സ്ട്രക്ചറിലോട്ട് വരുന്നത്. അപ്പം എല്ലാം ഷീറ്റാണ്. ഇതിനകത്ത് ഒരു സ്ക്വയർ പൈപ്പുകൾ പോലും ഇല്ല, എല്ലാം ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വെർട്ടിക്കലായിട്ടുള്ള പാർട്ടീഷൻസ് ഒന്നും ആവശ്യമില്ല, എല്ലാം മോർ സ്പേഷ്യസ് ആണ് സാധനം വെക്കാനും എടുക്കാനും ഒക്കെ. ഇത് ഒരു ഡ്രോയർ തന്നെ പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നോർമൽ നമ്മൾ പ്ലൈവുഡിലൊക്കെ ചെയ്യുമ്പോഴേ ഏത് ടൈപ്പ് ഓഫ് ബാസ്ക്കറ്റ്സ് എന്നും പറഞ്ഞ് ചോദിക്കും. ഇപ്പം പ്രത്യേകിച്ച് ടാൻഡം ബോക്സ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ പതിയെ മാറി വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്. ഞാനത് ഈ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. ഇത് അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ താഴെ നമുക്ക് സ്കേർട്ടിങ് ഊരിയിട്ട് ഇത് വെച്ച് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ ഓരോന്ന് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് ആണ്. ഡോറ് എല്ലാം നമുക്ക് ഊരി ഈസി ആയിട്ട് എടുക്കാം. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാവുന്ന. അപ്പം ഞാൻ പറഞ്ഞത് ഓരോന്നും വലിപ്പമുള്ള യൂണിറ്റുകൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ യൂണിറ്റ് ഉണ്ടോ 700-ഉം 450-ഉം, ഈ 2 യൂണിറ്റും കൂടെ മാറ്റിയിട്ട് ഇതിന്റെ തന്നെ ഇപ്പൊ 7 + 40 എന്ന് പറയുമ്പോൾ 1150 700 + 450 1150. 1150-ന്റെ തന്നെ ഇതുണ്ടോ 1100-ന്റെ യൂണിറ്റ്. അപ്പൊ ഈ 450-യുടെ യൂണിറ്റ് ആവശ്യമില്ല. ഈ ബേസിക് ബെത്ത് ലിവിന്റെ കൺസെപ്റ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം മോഡ്യൂൾസ് മാക്സിമം യൂട്ടിലൈസേഷൻ. അതായത് മിനിമം മോഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇത് കണ്ടോ, ഞാൻ ഈ നമ്പർ കൊടുത്തു കഴിയുമ്പം സാറിന് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇപ്പൊ 38 യൂണിറ്റ് ഉണ്ടെന്ന് വെച്ചു. 38 യൂണിറ്റ്. ഈ 38 യൂണിറ്റ് എങ്ങനെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും? അപ്പം ചെറിയ ചെറിയ യൂണിറ്റുകളെല്ലാം ഒഴിവാക്കിയിട്ട് പറ്റുന്നത്രയും അതെല്ലാം വലിപ്പമുള്ള യൂണിറ്റ്, എന്നാൽ ആ സെയിം സമയത്ത് അതിൻ്റെ ഒരു എസ്തറ്റിക് ലുക്കും ഉണ്ട്. ഇപ്പം തടിക്കകത്ത് നമ്മൾ ഒരു ഡിസൈനകത്ത് സാറ് നോക്കിയാൽ കാണാം, ഇതെല്ലാം ഓരോരോ ചെറിയ 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 ഡോറുകളായിരിക്കും. ഇതുപോലെ തന്നെ ഇതേ വലിപ്പത്തിൽ തന്നെ താഴെയും ഈ ഫ്ലോറിയും ഉണ്ട്. ഇപ്പം ഇതൊരു ഷട്ടറാന്ന് വെച്ചു, ഇവിടുത്തെ ഡോർ അവർ കാണിച്ചിട്ടില്ല, പക്ഷെ ഈ ഡോറിന്റെ അതേ വലിപ്പത്തിൽ തന്നെ ഇവിടെയും ഡോർ വരും. ഇതിപ്പോ ഡ്രോയർ ആണെന്ന് തോന്നുന്നു. എന്താണേലും അങ്ങനെ ഒരു ഡോറിന്റെ താഴത്തെ യൂണിറ്റ്സും മേളത്തെ യൂണിറ്റ്സിന്റെയും ഒരേ സിമെട്രിക് ലുക്കിൽ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ തടിയിൽ എടുക്കാൻ പറ്റും. ബെത്തിനകത്തും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ യൂണിറ്റുകൾ കുറയ്ക്കുമ്പോൾ താഴത്തെ യൂണിറ്റും മേളത്തെ യൂണിറ്റും ഒരേ വിഡ്ത്ത് വരുന്നുണ്ടോ, അതിന്റെ ഷട്ടറിന്റെ ഒരേ ലുക്കിൽ കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നമുക്കും ഡിസൈനകത്ത് ഒരു പരിധി വരെ കൊണ്ടുവരാൻ പറ്റും. സോറി. അപ്പം ഇവിടെ നമ്മൾ ഈ സാറ് തന്നിരിക്കുന്ന ആ യൂണിറ്റിന് അനുസരിച്ചുള്ള ഡിസൈൻ ആണ് ഇട്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ്
ഡ്രോയർ യൂണിറ്റ്, ഓക്കെ. ഫസ്റ്റ് ഇത് 18 ഒരു ഡ്രോയർ യൂണിറ്റ്, ഇതൊരു ഡോറ്. ഇത് നമുക്ക് ഒരു ഡിഷ് വാഷറിൻ്റെ മെഷർമെൻറ്റിങ് ആയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഡിഷ് വാഷർ. നെക്സ്റ്റ് സിങ്കിൻ്റെ യൂണിറ്റ്. സിങ്കിൻ്റെ യൂണിറ്റിനകത്ത് ഞാൻ കുറച്ച് സ്പീഡാക്കുകയാണ്, 10 മിനിറ്റ് ആകുന്നത്, 15-നകത്ത് തന്നെ തീർക്കാം. ഈ ഈ ഈ സിങ്കിൻ്റെ യൂണിറ്റിനകത്ത് നമുക്ക് വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റ് റാക്കും ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. അതേപോലെ വേസ്റ്റ് ബിൻ 2 ടൈപ്പ് ഉണ്ട്, ബിന്നായിട്ടുള്ള ടൈപ്പും ഡ്രോയർ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. 23 എന്ന് പറയുന്നതും ഡ്രോയറാണ്. ഇതൊക്കെ ടാൻഡം ബോക്സ് പോലെയുള്ള ഡ്രോയർ. കോർണർ നമുക്ക് നോർമൽ ഷെൽഫാണ് ഇട്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇതിനകത്ത് തന്നെ നമുക്ക് ഓപ്ഷൻസ്, കാരണം ഈ ഡിസൈനകത്ത് നമുക്ക് നോർമൽ ഷെൽഫേ ഉള്ളൂ, പക്ഷേ കാറ്റലോഗിനകത്ത് നമുക്ക് ഡി ട്രേ, മാജിക് കോർണർ, എസ് പ്രൊഫൈൽ അങ്ങനെയുള്ള ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇത് 2 എണ്ണം കട്ട്ലറി. അതേപോലെ ഇതിപ്പോൾ ഒരു യൂണിറ്റാണ്, ഈ 30 എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. ഇതൊരു 2D പുള്ളൗട്ട്. ഇതും ഇതേപോലെ തന്നെ ഡ്രോയർ. അപ്പോൾ ഈ ഡ്രോയർ വരുന്നതോറും ബഡ്ജറ്റ് കൂടും. ഇതുണ്ട് ഇവിടെ 11,65,000 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. കാരണം ഈ ഫ്ലാറ്റ് ഡോസിനെല്ലാം വില കൂടുതലാണ്. അപ്പോൾ ഈ തടിക്കകത്ത് വരുമ്പോൾ അവർ ഫ്ലാറ്റ് ഡോറും ഇതും എല്ലാം ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇട്ടിരിക്കുന്നത്. ഈ ഈ ഭാഗത്ത് ഇതിൻ്റെ ഓൾ യൂണിറ്റ്സും കൂടെ. അപ്പം ഫസ്റ്റ് പിന്നെ ഇത് ഈ ഡോർ ഇങ്ങനെ, ഈ ഡോർ തന്നെ നമുക്ക് തിരിച്ചു പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഡോർ ഇങ്ങനെ തുറക്കാതെ ഈ ഡോറ് തന്നെ ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങോട്ട് മാറ്റി പിടിപ്പിക്കാം. ഇങ്ങനെ ഒരു ഡോറ് തുറക്കും. പിന്നെ GTPT യൂണിറ്റ്. ഈ GTPT യൂണിറ്റൊക്കെ ഗ്ലാസ് ട്രേ ആൻഡ് പ്ലേറ്റ് ട്രേ യൂണിറ്റ് ഞങ്ങളുടെ തന്നെ ബെത്ത് ലിവിങ്ങിൻ്റെ ഡിസൈനുണ്ട്. അതിനകത്ത് താലി ബാസ്ക്കറ്റ് വരെ സുഖമായിട്ട് കയറും. ഇത് ഫ്ലാറ്റ് ഡോസ്. ഈ ഫ്ലാറ്റ് ഡോറൊക്കെ ഉണ്ടല്ലോ, ബഡ്ജറ്റ് നോർമൽ ഡോസിൻ്റെ ഡബിൾ ആയിരിക്കും. ഇപ്പം നോർമൽ ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനൊരു 18,000 20,000 റുപ്പീസ് ആണെങ്കിൽ ഇത് 40,000 റുപ്പീസ്. കാരണം ഈ ഹൈഡ്രോളിക് വരുന്നത് കൊണ്ടും മെറ്റീരിയലിനുണ്ടാകുന്ന ആ വേസ്റ്റേജും അതൊക്കെയാണ് ആ ബഡ്ജറ്റ് കൂടാൻ കാര്യം. 33 എന്ന് പറയുന്നതും ഞാൻ ആ നമ്പർ ഒന്ന് മാറ്റട്ടെ. ഓക്കെ. പിന്നെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഒരു ഇപ്പം മെയിൻ കിച്ചൺ, ഒരു കിച്ചൺ മാത്രം ഡിസൈൻ ചെയ്യുക, അടുത്ത വർക്ക് ഏരിയ, അടുത്തൊരു ഇതെല്ലാം ഒരു ക്യൂബ് എന്നുള്ള കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം ഒരേ മെയിൻ കിച്ചണും അതേപോലെ തന്നെ വർക്ക് ഏരിയയും സ്റ്റോർ റൂമും ഇതെല്ലാം ഒരേ ഇതിലോട്ട് കൊണ്ടുവരുമ്പം കുറച്ച് കസ്റ്റമറിനെ ഇത് കാണിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് സാറ് ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ 2 സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കമ്പനിയുടെ ഈ സോഫ്റ്റ്വെയറും, രണ്ടാമത് ഞാൻ സ്കെച്ചപ്പ്. ട്രേഡ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സ്കെച്ചപ്പിൽ ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പം എനിക്ക് ആ സ്കെച്ചപ്പിൽ കസ്റ്റമറിന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക്, പ്ലംബിങ്, അതേപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈന്, ഇതിനുള്ള എല്ലാം മാർക്കിങ് ചെയ്ത് നമ്മൾ കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്കത് എളുപ്പമാവും. പിന്നെ ഇത് ഒരു മിനിറ്റ്, നോർത്ത് സൈഡ് ഇങ്ങനെ കൊടുക്കാം. ഈ നോർത്ത് ഈ റൈറ്റിൽ കാണുന്നതാണ് നമ്മുടെ മെയിൻ കിച്ചണ്. ഇത് ആ വർക്ക് ഏരിയയിൽ വരുന്നത്. ഇവിടെയും സാറിന് സ്റ്റോറേജ് യൂണിറ്റ്, 2D പുള്ളൗട്ട്, ഡ്രോയർ, സിങ്ക് യൂണിറ്റ്, വീണ്ടും ഡ്രോയർ, വീണ്ടും ഇത് സ്റ്റോറേജ് യൂണിറ്റ്, മേളിൽ GTPT യൂണിറ്റ്. ഈ GTPT യൂണിറ്റ് തിരിച്ച് ഡോർ തുറക്കാൻ ഞാൻ അങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2 നമുക്ക് ഫ്ലാറ്റ് ഡോർ തന്നെ. ഈ മറ്റേതൊക്കെ 30 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. ഇപ്പം ഇതിപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയുണ്ട്. ഇതുണ്ട്, ഇത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്.
അതേനേരം ഇത് 60 സെന്റിമീറ്റർ, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് മോഡ്യൂൾസും നമുക്കുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഈ ഭാഗം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാൻ സാധിക്കും. സൗത്ത് സൈഡ് അപ്പം അത് കഴിഞ്ഞു, വർക്ക് ഏരിയ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നോർമൽ ഇവിടെ ഫ്ലാപ്പ് ഡോർ ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഫ്ലാപ്പ് ഡോർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ആ പ്രൈസിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇതും സ്റ്റോറേജ് ഉണ്ട്, ഇതും സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റോറൂമിലോട്ട് ഇതിന്റെ ഡോറ് ഇങ്ങനെ ലെഫ്റ്റ്. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് പാൻട്രി ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാൻട്രി യൂണിറ്റിന്റെ നോക്കിയാൽ ഇത് കണ്ടോ, ഒരു മിനിറ്റ് സാറേ. സാറേ, പാൻട്രി യൂണിറ്റ് എല്ലാ ടൈപ്പ് ഓഫ് പാൻട്രി യൂണിറ്റ് ഉണ്ട്. ഇതിപ്പം എല്ലാ ടൈപ്പ് ഓഫ് പാൻട്രി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അകത്ത് പാൻട്രി ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്, അകത്ത് ബാസ്ക്കറ്റ് വരുന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നതുള്ളതുണ്ട്, നോർമൽ സ്റ്റോറേജ്. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് നോർമൽ സ്റ്റോറേജ്. ഈ സ്റ്റോറേജ് കൊണ്ട് തന്നെ സാധനം നോക്കിയാൽ കാണാം, ഇങ്ങനെ ഡോറ് തുറക്കുന്നു. നോക്കട്ടെ കാണിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഇങ്ങനെ സ്റ്റോറേജ്. ഓക്കെ, ഇത് തന്നെ ഇത് നോർമൽ ഇപ്പോൾ സ്റ്റോർ റൂം ആയതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ യൂണിറ്റ് അല്ലാതെ ഇതിന് തന്നെ പല ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഞാൻ ഏതൊക്കെയാണ് ഹൈറ്റ് ഉള്ളതെന്ന് കണ്ടോ, 1100, 1500, 1950, 2000 ഉണ്ടെന്ന്. ഓരോ യൂണിറ്റും ഇങ്ങനെ പല മെഷർമെന്റ് ഉണ്ട്. അപ്പോൾ കസ്റ്റമർ ബഡ്ജറ്റ് ട്യൂൺ ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേളിൽ ശരിക്കും സ്ലാബ് പോകുന്നുണ്ട്. അപ്പം 210 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് നമ്മുടെ മാക്സിമം വലിപ്പം വരുന്നത്. അതാണ് ഞാനിത് 1950 ഇട്ടത്. ചിലപ്പം 2100 എന്ന് പറഞ്ഞാൽ ആ സ്ലാബിനകത്ത് കയറത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഡിസൈനിങ് സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കണം. ഞാന് ഒരേ ലേഔട്ടിനകത്ത് ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. ആകുമ്പോൾ കസ്റ്റമറിന് ഈ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതൊന്നും. അപ്പം ഇതൊരു കോർണറി ഉണ്ട്. ഓക്കെ സാറേ, ഞാനത് ജസ്റ്റ് ഇതൊരു കോർണറി ഉണ്ട്. ഈ കോർണറി കൊണ്ട് തന്നെ നമുക്ക് എൽ ഷേപ്പിലുള്ള കോർണറി കൊണ്ടൊക്കെ ഉണ്ട്. അത് ഞാൻ ആ പ്രോഡക്റ്റ് ഇൻട്രഡക്ഷൻ വരുമ്പോൾ ഇത് ഇതേപോലെ തന്നെ ഡ്രോയർ ആണ്, ഡ്രോയറിന്റെ യൂണിറ്റ്. പിന്നെ ഇവിടെയും കോർണർ യൂണിറ്റ്, പിന്നെ ഇതും ഡ്രോയർ ഉണ്ട്. ഈ സ്റ്റോർ റൂമിനകത്തേക്ക് ഡ്രോയർ കൊണ്ടൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ബഡ്ജറ്റ് പടപടപടയെന്ന് വ്യത്യാസം വരും. പിന്നെ ഞാൻ ഒരു ഇതും കൂടെ കാണിച്ചിട്ട്, ഇതിപ്പോൾ നടുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനകത്ത് ഇപ്പൊ ഇത് 2 സ്റ്റോറേജ് കൊണ്ടും ഇതിന്റെ ബാക്ക് സൈഡിലാണ് ചെയർ വരുന്ന രീതിയിലായിട്ടിരിക്കുന്നത്. ഇത് തന്നെ സാറ് നോക്കിയാൽ കാണാം, ഇതിന്റെ ഡെപ്ത് കണ്ടോ. നമ്മൾ നോർമൽ ഡെപ്ത് 60 സെന്റിമീറ്റർ, ഇത് കണ്ടോ 50, 450, 400. അപ്പോൾ ഇപ്പോൾ ലെഗിന് കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് നേരെ രണ്ടും 400 ആക്കിയാൽ, സോറി ഇത് തന്നെ ഇത് 400 ആക്കിയാൽ വീണ്ടും കുറയും. അപ്പം ശരിക്കും ഇത് 60 സെന്റി എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ഇവിടെ കിട്ടി. പക്ഷെ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഡെപ്തിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് യൂണിറ്റുകളിനകത്ത്. ഓക്കെ സാറേ, ഞാൻ ഇപ്പം ഈ ഡിസൈന് ഇതിന്റെ നമ്മളിങ്ങനെ ഇതേ തന്നെ ജനറേറ്റ് ആവും. ഇതുണ്ട്, ഇതുപോലെ തന്നെ ഇതേ തന്നെ ജനറേറ്റ് ആവും. ഒരു കാര്യവും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചോട്ടെ. ഇപ്പോൾ ഈ മോഡ്യൂൾ സെലക്ട് ചെയ്തു. ഈ മോഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാറ്റഗറി വരും. ഇതാണ് 100% 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ,
ബോഡിയും ഡോറും 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് 100% 202 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് ഡിഫോൾട്ടായിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ പൗഡർ കോട്ടിങ് ചെയ്താണ് വരുന്നത്. അതായത് പെയിന്റിങ്ങിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ട, പെയിന്റ് ചെയ്താണ് വരുന്നത്. എല്ലാത്തിനും 50 ഇയർ വാറണ്ടിയാണ്, എല്ലാത്തിനും 15 വർഷം വാറണ്ടിയാണ്. ഈ കോമ്പി എന്ന് പറയുന്നത് 90% GI, 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ 1, 2, 3 ആദ്യം കാണുന്ന 1, 2, 3 ഇത് മൂന്നും പ്രീമിയം കാറ്റഗറിയാണ്. കാരണം കൂടുതൽ വെൽഡിങ് ആയിരിക്കും വരുന്നത്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് റിവിറ്റുകളുടെ എണ്ണം കുറയും, വെൽഡിങ് കൂടും. പിന്നെ ഈ പ്രീമിയം ഇതിനകത്ത് നമുക്ക് ഇത് ലാക്കർ ഗ്ലാസ് ഉണ്ട്, വിക്ടോറിയ ഡോസ് ഉണ്ട്, അതേപോലെ തന്നെ ഫുൾമർ പൗഡർ കോട്ടിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഈ പ്രീമിയം കാറ്റഗറിക്കകത്തുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് കാറ്റഗറി. ഈ 2 കാറ്റഗറിയാണ് എപ്പോഴും കൂടുതൽ സെയിൽ വരുന്നത്. ഇതിന് ഒരു 100 രൂപയാണെങ്കിൽ ഈ രണ്ടാമത്തെ സാധനം ഇത് 2 സ്റ്റാൻഡേർഡ് സീരീസ്. ഈ സ്റ്റാൻഡേർഡ് സീരീസിനകത്ത് ഇത് 75% GIയും 25% സ്റ്റെയിൻലെസ് സ്റ്റീലും. ഡോറ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. ഡോറ് നമ്മൾ പറയുവാണെങ്കിൽ പെയിന്റ് അടിച്ച് വരും, അഡീഷണൽ പേയ്മെന്റ് ചെയ്യണം നമ്മൾ. ഇതാണ് 90% GIയും 10% സ്റ്റെയിൻലെസ് സ്റ്റീലും ഉള്ള സ്റ്റാൻഡേർഡ് സീരീസ്. ഇതാണ് കൂടുതൽ പോകുന്നത്. ഇത് നല്ല സാധനമാണ് കാണാൻ. ഇത് കുറച്ചുകൂടെ പ്രീമിയം സീരീസ്. ഇതിന്റെ കറസ്പോണ്ടിങ് ആണ് ഇത്. അതായത് ഇതും 90% GIയും 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ. എല്ലാ ഹിഞ്ചസും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. എല്ലാ ലെഗിന്റെ ഫ്രണ്ടിൽ വരുന്ന സ്കേർട്ടിങ്ങും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. ഇത് അതേ സെയിം തന്നെ 90% GI, 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതായത് 90% GI, 90% GI, 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ, 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് സ്റ്റാൻഡേർഡ് സീരീസ്, ഇത് പ്രീമിയം സീരീസ്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ വെൽഡിങ്, ജോയിന്റുകൾ ആ റിവിറ്റ് വരുന്നതിന് പകരം ഫുള്ള് വെൽഡഡ് ആയിരിക്കും ഇതിന്റെ ഈ പ്രീമിയം സീരീസ് വരുമ്പം. ഇത് വരുമ്പം ആ റിവിറ്റ് തുറന്നു കഴിയുമ്പോൾ ആ റിവിറ്റ് അകത്ത് കാണാം, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഈ സ്റ്റീൽ കാറ്റഗറിയിലാണ് ഞാൻ ആദ്യം പ്രൈസ് സാറിന് തരുന്നത്. എന്നിട്ട് നമുക്ക് കൂടുതൽ കൂടിയ സീരീസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസിങ് കൂടെ എടുക്കാം. ഓക്കെ സാറേ, ചെറിയ വലിപ്പമുള്ള വീഡിയോ ആയിപ്പോയി. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സാറിന് ഡൗട്ട് അനുസരിച്ച് അയക്കാം. പിന്നെ സാറിന് ഒരു ഗൂഗിൾ മീറ്റ് വരുവാണെങ്കിൽ ആ ഡിസൈൻ കറക്ഷൻ ചെയ്ത് പറ്റും. ഇപ്പം ഞാൻ സാറിന് കൊട്ടേഷൻ അയച്ചു തരാൻ പോകുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ബെത്തിന്റെ സ്റ്റൈലിൽ നമ്മളൊരു ഡിസൈൻ ചെയ്തു. ബെത്തിന്റെ സ്റ്റൈലിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനിമം ക്വാണ്ടിറ്റി മാക്സിമം യൂട്ടിലൈസേഷൻ. അതായത് ഉപയോഗപ്രദമാവുകയും വേണം, എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണം കുറയ്ക്കുകയും വേണം. ആ രീതിയിൽ ഇപ്പൊ ഇത് സാറ് നോക്കിക്കല്ലോ, ഈ 1164, ഈ 1164 തന്നെ ഞാൻ ഇപ്പൊ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹിസ്റ്ററിക്കകത്ത് കിട്ടും. ഇതുണ്ട് ഈ ഹിസ്റ്ററിക്കകത്ത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ബെത്തിന്റെ ആ കൺസെപ്റ്റിൽ ഒരു ഡിസൈനിങ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എത്ര വ്യത്യാസം വരുന്നു എന്നുള്ളത് സാറിന് ഞാൻ ഒരു ചെറിയ വീഡിയോ, അത് ഈ വീഡിയോ ഇത്രയും വലിപ്പം വരത്തില്ല, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള രീതിയിൽ അതും കൂടെ അയച്ചു. ഓക്കെ സാർ.